ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 4-ാം അധ്യായത്തെക്കുറിച്ചാണ്. വേദപുസ്തകമുള്ളവർ ദയവായി തുറന്നു വെക്കുക. 2 ദിനവൃത്താന്തം 4-ാം അധ്യായം ശലോമോൻ ദൈവാലയത്തിനായി നിർമ്മിച്ച വിശുദ്ധ ഉപകരണങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ആദ്യ നോട്ടത്തിൽ ഈ അധ്യായം വെങ്കലയാഗപീഠം, വെങ്കലക്കടൽ, 10 കഴുകുപാത്രങ്ങൾ, പൊൻവിളക്ക് തണ്ടുകൾ, മേശകൾ, ധൂപപീഠം, പാത്രങ്ങൾ തുടങ്ങിയ ആരാധന ഉപകരണങ്ങളുടെ പട്ടിക പോലെ തോന്നാം. എന്നാൽ ദൈവവചനത്തിൽ ഒരു വിവരണവും വെറുതെയല്ല. ഓരോ ഉപകരണവും ദൈവത്തിൻ്റെ വിശുദ്ധിയെയും ആരാധനയുടെ സ്വഭാവത്തെയും മനുഷ്യന്റെ ആത്മീയ യാത്രയെയും കുറിച്ചുള്ള ആഴമേറിയ ദൈവശാസ്ത്ര സത്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ദിനവൃത്താന്തകാരൻ ഈ അധ്യായത്തിലൂടെ ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. ദൈവം ആരാധനയെ ഗൗരവമായി കാണുന്നു. അവന്റെ സന്നിധിയിൽ എല്ലാം വിശുദ്ധിയും ക്രമവും ദൈവഹിതവും അനുസരിച്ചായിരിക്കണം. അതിനാൽ ഈ അധ്യായം ആരാധനയുടെ ദൈവശാസ്ത്രത്തെയും വിശുദ്ധ ജീവിതത്തിന്റെ ആവശ്യകതയെയും പഠിപ്പിക്കുന്ന ഒരു ആത്മീയ ഗ്രന്ഥമായി വായിക്കേണ്ടതാണ്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നാം നോക്കുമ്പോൾ, ദൈവാലയത്തിന്റെ പ്രധാന കെട്ടിട നിർമ്മാണം പൂർത്തിയായ ശേഷം ആരാധനയ്ക്കാവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഇവ ശലോമോന്റെ വ്യക്തിപരമായ ആലോചന പ്രകാരമല്ല, ദൈവം മോശയിലൂടെ വെളിപ്പെടുത്തിയ ആരാധനാ സംവിധാനത്തിന്റെ തുടർച്ചയായിരുന്നു. ദാവീദ് ഈ പ്രവർത്തനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി. ശലോമോൻ അവയെ പൂർത്തിയാക്കി. ഇതിലൂടെ ഒരു പ്രധാന സത്യം വ്യക്തമാവുന്നുണ്ട്. ആരാധന മനുഷ്യന്റെ സൃഷ്ടിയല്ല, അത് ദൈവത്തിന്റെ വെളിപ്പെടുത്തലിനുള്ള അനുസരണമാണ്. വെങ്കല യാഗപീഠം എന്നത് സമർപ്പണത്തിന്റെ ഒരു കേന്ദ്രമാണ്. അധ്യായത്തിന്റെ തുടക്കത്തിൽ വലിയ വെങ്കല യാഗപീഠത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം 4-ാം അധ്യായം 1-ാം വാക്യം. ഹോമയാഗങ്ങളും മറ്റു ബലികളും അർപ്പിക്കേണ്ടത് ഇവിടെ വെച്ചാണ്. യാഗപീഠം പഠിപ്പിക്കുന്നത് പാപത്തിന് പരിഹാരമില്ലാതെ ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന സത്യമാണ്. പഴയ നിയമത്തിൽ മൃഗബലികൾ അർപ്പിക്കപ്പെട്ടപ്പോൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ഏക ബലി ഈ ബലികളെയെല്ലാം പൂർത്തിയാക്കിയെന്നതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് ക്രിസ്ത്യാനികൾ മൃഗബലികൾ അർപ്പിക്കുന്നില്ല. എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം പ്രകാരം നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധവും ദൈവത്തിന് പ്രസാദകരവുമായ യാഗമായി സമർപ്പിക്കേണ്ടതാണ്. യഥാർത്ഥ ആരാധന നമ്മുടെ ജീവിത സമർപ്പണത്തിലാണ്. വെങ്കലക്കടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുദ്ധീകരണത്തിന്റെ പ്രതീകമായിട്ടാണ്. ശലോമോൻ നിർമ്മിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഉപകരണങ്ങളിൽ ഒന്നാണ് വെങ്കലക്കടൽ. 2 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. പുരോഹിതന്മാർ ആരാധനയ്ക്ക് മുമ്പ് ഇവിടെ കഴുകി ശുദ്ധരാകുമായിരുന്നു. ബൈബിളിൽ വെള്ളം പലപ്പോഴും ആത്മീയ ശുദ്ധീകരണത്തിന്റെ പ്രതീകമാണ്. പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം, ദൈവവചനത്താൽ വിശുദ്ധീകരണം, ആത്മീയ നവീകരണം. പുതിയ നിയമത്തിൽ ഇത് സ്നാനത്തെയും ദൈവവചനത്തിന്റെ ശുദ്ധീകരണ ശക്തിയെയും ഓർമ്മിപ്പിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 26-ാം വാക്യം നാം നോക്കിയാൽ കാണാം. ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് ഹൃദയശുദ്ധി അനിവാര്യമാണ്. പുറം ആരാധനയേക്കാൾ ഉള്ളിലെ വിശുദ്ധിയെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 10 കഴുകുപാത്രങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തുടർച്ചയായ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. വെങ്കലക്കടലിനോടൊപ്പം 10 കഴുകുപാത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു. യാഗത്തിനുള്ള ഉപകരണങ്ങൾ കഴുകുന്നതിനായിരുന്നു അവ. ഇത് വിശ്വാസ ജീവിതം ഒരൊറ്റ അനുഭവമല്ല, നിരന്തരമായ ശുദ്ധീകരണ പ്രക്രിയയാണെന്ന് പഠിപ്പിക്കുന്നു. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പരിശോധിച്ച് ശുദ്ധീകരിക്കപ്പെടണം. പൊൻവിളക്ക് തണ്ടുകൾ ദൈവസാന്നിധ്യത്തിന്റെ പ്രകാശമാണ്.
ദേവാലയത്തിൽ 10 പൊൻതണ്ടുവിളക്കുകൾ സ്ഥാപിച്ചു. 2 ദിനവൃത്താന്തം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് കാണാം. വിളക്ക് ബൈബിളിൽ സൂചിപ്പിക്കുന്നത് ഒന്ന് ദൈവസാന്നിധ്യവും ദൈവവചനവും ആത്മീയ വെളിച്ചവും വിശ്വാസിയുടെ സാക്ഷ്യവുമാണ്. പുതിയ നിയമത്തിൽ യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. തുടർന്ന് വിശ്വാസികളോടും പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. സഭ ലോകത്തിന് ആത്മീയ വെളിച്ചമാകണം. നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കണം. അപ്പത്തിന്റെ മേശകൾ എന്നത് ദൈവത്തിന്റെ പരിപാലനമാണ്. 10 മേശകൾ നിർമ്മിക്കപ്പെട്ടു. അവയിൽ സമർപ്പണ അപ്പങ്ങൾ വെക്കപ്പെട്ടു. ഈ അപ്പങ്ങൾ ദൈവം തന്റെ ജനത്തെ നിരന്തരം പോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്ന സത്യത്തിന്റെ അടയാളമാണ്. പുതിയ നിയമത്തിൽ യേശു പ്രഖ്യാപിക്കുന്നത്, ഞാൻ ജീവന്റെ അപ്പമാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമുക്കത് കാണാം. ക്രിസ്തുവാണ് നമ്മുടെ ആത്മീയ ആഹാരം. അവനിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ആത്മീയ തൃപ്തി അനുഭവിക്കുന്നത്. പൊൻപാത്രങ്ങളും ആരാധനയുടെ ക്രമവും നാം ചിന്തിക്കുമ്പോൾ അധ്യായത്തിന്റെ അവസാനത്തിൽ വിവിധ വിശുദ്ധ പാത്രങ്ങൾ നിർമ്മിച്ചതായി പറയുന്നുണ്ട്. ഓരോന്നിനും പ്രത്യേകം ഉപയോഗമുണ്ടായിരുന്നു. ഇത് ദൈവം ക്രമത്തിന്റെ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നു. ആരാധനയിൽ അവ്യവസ്ഥയല്ല, വിശുദ്ധിയും ക്രമവുമാണ് ദൈവഹിതം. പൗലോസ് പിന്നീട് ഇതേ തത്വം സഭയോട് പറയുന്നുണ്ട്. എല്ലാം മാന്യമായും ക്രമമായും നടക്കട്ടെ. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ. ഈ അധ്യായം ചില അടിസ്ഥാന ദൈവശാസ്ത്ര സത്യങ്ങളെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായി ദൈവസന്നിധിയിലേക്ക് പ്രവേശനം വിശുദ്ധിയിലൂടെ മാത്രമാണ്. രണ്ടാമതായി ആരാധനയുടെ ഓരോ ഘടകത്തിനും ആത്മീയ അർത്ഥമുണ്ട്. മൂന്നാമതായി ദൈവം പുറം ചടങ്ങുകൾ മാത്രമല്ല, വിശുദ്ധമായ ഹൃദയവും ആഗ്രഹിക്കുന്നു. നാലാമതായി പഴയ നിയമത്തിലെ എല്ലാ ഉപകരണങ്ങളും യേശുക്രിസ്തുവിലും പുതിയ നിയമ സഭയിലും അവരുടെ പൂർണ്ണ അർത്ഥം കണ്ടെത്തുന്നുണ്ട്. ഇന്നത്തെ സഭയ്ക്കുള്ള മുന്നറിയിപ്പുകൾ. ഈ അധ്യായം ആധുനിക സഭയ്ക്ക് നിരവധി പ്രായോഗിക പാഠങ്ങളെ നൽകുന്നു. ഒന്നാമത്, ആരാധന ഒരു പരിപാടിയല്ല, വിശുദ്ധ ജീവിതത്തിന്റെ പ്രകടനമാണ്. രണ്ടാമത്, ദൈവസന്നിധിയിൽ സേവിക്കുന്നവർ ആത്മീയമായും ധാർമ്മികമായും ശുദ്ധരായിരിക്കണം. മൂന്നാമതായി, സഭയിലെ ഓരോ ശുശ്രൂഷയും, അതായത് ഗാനം, പ്രസംഗം, പ്രാർത്ഥന, വിശുദ്ധ കുർബാന, സ്തോത്രദാനം എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടിയായിരിക്കണം. നാലാമതായി, ദൈവം നൽകുന്ന ആത്മീയ ദാനങ്ങളും സഭയുടെ വിഭവങ്ങളും വിശുദ്ധ ഉത്തരവാദിത്തോടെ ഉപയോഗിക്കണം. വ്യക്തിപരമായി ആത്മപരിശോധന നാം നടത്തുകയാണെങ്കിൽ ഈ അധ്യായം ഓരോ വിശ്വാസിയോടും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം ദൈവത്തിന് സ്വീകരിക്കാവുന്ന യാഗമാണോ? ഞാൻ ദൈവവചനത്താൽ ദിവസേന ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ? എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ഞാൻ ആത്മീയ ആഹാരമായി ക്രിസ്തുവിനെ ദിവസേന സ്വീകരിക്കുന്നുണ്ടോ? എൻ്റെ ആരാധന പുറം ചടങ്ങിൽ ഒതുങ്ങുന്നതാണോ, അതോ ഹൃദയ സമർപ്പണമാണോ? 2 ദിനവൃത്താന്തം 4-ാം അധ്യായം വിശുദ്ധ ഉപകരണങ്ങളുടെ പട്ടികയല്ല, ആരാധനയുടെ ആത്മാവിനെ വെളിപ്പെടുത്തുന്ന ദൈവിക രേഖയാണ്. യാഗപീഠം സമർപ്പണത്തെ, വെങ്കലക്കടൽ വിശുദ്ധീകരണത്തെ, വിളക്ക് തണ്ട് ദൈവത്തിൻ്റെ പ്രകാശത്തെ, അപ്പത്തിൻ്റെ മേശ ദൈവത്തിൻ്റെ പരിപാലനത്തെ, വിശുദ്ധ പാത്രങ്ങൾ ക്രമവും വിശുദ്ധിയും പ്രതിനിധീകരിക്കുന്നു. ഈ എല്ലാ പ്രതീകങ്ങളും യേശുക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുന്നുണ്ട്. അവനാണ് നമ്മുടെ യാഗം, നമ്മുടെ ശുദ്ധീകരണം, നമ്മുടെ വെളിച്ചം, നമ്മുടെ ജീവന്റെ അപ്പം, നമ്മുടെ മഹാപുരോഹിതൻ. ആയതിനാൽ 2 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിന്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: ദൈവം വിശുദ്ധനായതിനാൽ അവന്റെ സന്നിധിയിൽ ജീവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന അവന്റെ ജനവും
വിശുദ്ധിയിലും ക്രമത്തിലും സമർപ്പണത്തിലും ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആരാധന ദൈവത്തിന് സമർപ്പിച്ച ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.